സുനാമി ബാധിതരുടെ വീടുകൾ പുനർനിർമ്മിച്ച് വാസയോഗ്യമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇതിനായി നബാർഡ് മുഖാന്തരം 3500 കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തോട്ടപ്പള്ളി മണ്ണുംപുറത്ത് നിർമ്മിച്ച സഫലം ഭവന സമുച്ചയത്തിൽ 84 കുടുംബത്തിന് ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സ്വപ്ന പദ്ധതിയായ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ച മണ്ണുംപുറം സബലം ഭവന സമുച്ചയത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം തോട്ടപ്പള്ളിയിൽ നടന്നു. 3500 കോടി രൂപയുടെ പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും മാറ്റി നൽകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നബാർഡ് വഴി 3500 കോടി രൂപയുടെ പദ്ധതി തയ്യാറായിട്ടുണ്ട്. താമസയോഗ്യമല്ലാത്ത കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും പുനർനിർമ്മിച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കടലാക്രമണ ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന 100 കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീട് ഒരുക്കുന്നതിനൊപ്പം അന്തസ്സുറ്റ ജീവിത സൗകര്യങ്ങളും നിലനിൽപ്പും ഉറപ്പാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഒരു വീടുകളിലും ഒരു സർക്കാർ കെട്ടിടത്തിലും അനാഥത്വം പേരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുമില്ല എന്ന അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ നേടിയത്. ഒരാളുമില്ല. സുനാമി കാലത്ത് നിർമ്മിച്ച വീടുകളിൽ വാസയോഗ്യമല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ പറയുന്നു, അതിന് 3500 കോടി രൂപയുടെ ഒരു പദ്ധതി നബാർഡ് വഴി ഞങ്ങളിപ്പോ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗവൺമെന്റ് വന്നാൽ കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും മാറ്റി പുതിയ വീട് കൊടുക്കും. മുഴുവൻ സുനാമി വീടുകൾ മുഴുവൻ മാറ്റും. തോട്ടപ്പള്ളി ഹാർബർ എന്റെ അവസാന ലാപ്പിലാണ്. ഇപ്പം നമ്മുടെ ജില്ല ഹാർബർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം 2 ഹാർബർ പണിയുന്നുണ്ട്, ചെത്തിയും അർത്തങ്കലും. അതിന്റെ പണി ഇപ്പൊ തീരാറായി. വലിയ ഹാർബർ പൂർത്തീകരിച്ചു. ഹാർബർ ആക്കുക 3 ഹാർബറായി. 4ാമത്തെ ഹാർബർ പോകുന്നതിന് മുമ്പിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് തോട്ടപ്പള്ളി ഹാർബർ യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 9108 കുടുംബങ്ങളാണ് വീടില്ലാത്തവരായി ഉണ്ടായിരുന്നത്. ഇതിൽ 5478 വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. 3498 വീടുകളുടെ താക്കോൽ നൽകി കഴിഞ്ഞു. സഫലം ഉൾപ്പെടെ 1880 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സഫലം പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവായ ഗോപാലൻ എന്ന വ്യക്തിയുടെ ഭാര്യ ഗുണഭോക്താവായുള്ള സഫലം 5A01 എന്ന പേരിലുള്ള ഫ്ളാറ്റിലാണ് പാലുകാച്ചി മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ സലാം MLA അധ്യക്ഷത വഹിച്ചു. ADM ആശാ C. എബ്രഹാം, അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. കവിത, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത സതീഷ്, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം R. രാജി, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടപ്പള്ളി മണ്ണുംപുറം ഫ്ളാറ്റ് പുനർഗേഹം സ്കീമിന്റെ ഭാഗമായി പൂർത്തീകരിക്കപ്പെട്ട ഭവന സമുച്ചയമാണ്. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഏറ്റവും വലിയ ആശ്വാസം പകർന്നതാണ്. തീരത്തുനിന്ന് അരക്ഷിതമായി കഴിയേണ്ടി വരുന്ന പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഒരു വലിയ പടവുകൾ ഇതിനകം താണ്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിക്കപ്പെട്ട നിയോജക മണ്ഡലം അമ്പലപ്പുഴയാണ്. പുനർഗേഹത്തിൻ്റെ ഭാഗമായി അതിൽ 514ഓളം വരുന്ന ആളുകൾ എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. 380ഓളം വരുന്ന ആളുകൾ വീട് നിർമ്മാണത്തിൻ്റെ 3ാമത്തെ ഫേസ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.